ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. നിങ്ങളുടെ കൈവശം ഈ 5 പ്രധാനപ്പെട്ട രേഖകൾ ഇല്ലെങ്കിൽ 2025 മുതൽ നിങ്ങൾക്ക് ₹1 പോലും സർക്കാർ സഹായം ലഭിക്കില്ല. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ്, സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങി ഏത് സർക്കാർ ആനുകൂല്യമാണെങ്കിലും ഈ രേഖകൾ നിർബന്ധമാണ്. ഒരു രേഖയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സഹായം നിഷേധിക്കപ്പെടാം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മുഴുവനായി കാണുക. ഈ രേഖകളെക്കുറിച്ചും അവ എങ്ങനെ നേടാമെന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇന്ത്യയിലെ ഓരോ പൗരനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. ഏതൊരു സർക്കാർ സഹായത്തിനും ഇത് അടിസ്ഥാന ആവശ്യകതയാണ്. പ്രധാനപ്പെട്ട കാര്യം, 2025 മുതൽ നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ലിങ്ക് ചെയ്യാത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ പേരിലോ ജനനത്തീയതിയിലോ തെറ്റുകളുണ്ടെങ്കിൽ സ്കോളർഷിപ്പുകൾ, പെൻഷനുകൾ തുടങ്ങിയ പല പദ്ധതികളിൽ നിന്നും നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ തെറ്റാണെങ്കിൽ ഉടൻ തന്നെ UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ പോയി തിരുത്തുക. കേരളത്തിലെ ഓരോ കുടുംബത്തിനും റേഷൻ കാർഡ് ഒരു പ്രധാന രേഖയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സർക്കാരിന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം NFSA അനുസരിച്ച് നിങ്ങൾക്ക് സൗജന്യ റേഷൻ, ഗോതമ്പ്, മണ്ണെണ്ണ തുടങ്ങിയവ ലഭിക്കാൻ ഇത് അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന 2025-ൽ ഡിജിറ്റൽ റേഷൻ കാർഡുകൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ECS ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് സൗകര്യം ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, കാർഷിക സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് ഇളവുകൾ എന്നിവ ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ വഴിയും ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ടത്, ഈ സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ കാലാവധി മാത്രമേയുള്ളൂ. അതിനാൽ 2025 അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സംസ്ഥാനത്തും കേന്ദ്രത്തിലും SC, ST, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന പ്രത്യേക സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കേരളത്തിൽ ഇനി ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, സംവരണ അവസരങ്ങൾ എന്നിവയ്ക്കായി നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ രൂപത്തിൽ ആവശ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ അപേക്ഷയിൽ ചെറിയൊരു അക്ഷരത്തെറ്റ് പോലും ഉണ്ടായാൽ അത് നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ അഥവാ നേരിട്ടുള്ള പണമിടപാട് സമ്പ്രദായം വഴി സ്കോളർഷിപ്പുകൾ, LPG സബ്സിഡി, പെൻഷൻ തുടങ്ങിയ സർക്കാർ സഹായങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന കാലമാണിത്. 2025 മുതൽ എല്ലാ ഗുണഭോക്താക്കൾക്കും NPCI നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആധാർ മാപ്പർ വഴി ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യുന്നത് നിർബന്ധമാക്കും. നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് UIDAIയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 പ്രധാനപ്പെട്ട രേഖകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടോ എന്ന് ഉടൻ തന്നെ പരിശോധിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ 2025 മുതൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സർക്കാർ സഹായങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട സർക്കാർ വിവരങ്ങൾക്കായി മലയാളി മൈൻഡ് മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിലെ ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ തീർച്ചയായും മറുപടി നൽകുന്നതാണ്.